എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാർ ജഡ്ജസ്. ഹായ് ബബ്ലു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നത് ആരെങ്കിലും കാണുന്നത് ഓടി വന്നു. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ്. ഷാനിക്ക, നമുക്ക് ഇവിടെ രണ്ടുപേരുടെ ഒരു സോങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? തീർച്ചയായിട്ടും. സോ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ശരത് സാറും ഉണ്ണി സാറും കൂടെ ഒരു പാട്ട് പാടാൻ പോകുന്നു. ഓക്കെ, ഏത് സോങ് ആണ്? രാജാ സാറിന്റെ ഒരു പാട്ട്. അടിപൊളി, ഒരു കിടക്കാച്ചി. ഓക്കെ, യെസ്. വളയോസை கலகலகலவென கவிதைகள் படிக்கிற துடிக்குது தென்றல் காற்றும் வீசுது சில நேரம் சிலு 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 என சிறுவிரல் படுபட துடிக்குது எங்கும் மேகம் கூசுது சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம் கொட்டட்டும் இளந்தான் அங்கு காதல் வேரோட்டம் வளையோசை கலகலகலவென கவிதைகள் படபட குளிர்குது தென்றல் காற்றும் வீசுது சில நேரம் சிலு 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 என சிறுவிரல் படபட துடிக்குது எங்கும் நேரம் கூசுது. സൂപ്പർ. Again thanks to രാജാ സാർ. യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എന്തായാലും ഈ എനർജിയിൽ നമുക്ക് ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, ഒരു ഫാമിലി റൗണ്ട് വരുന്നു നമ്മളുടെ വൈഗാലക്ഷ്മി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വൈഗാലക്ഷ്മി ആൻഡ് ഫാമിലി. നിങ്ങളിത് കേൾക്കണം. വർഷങ്ങൾക്ക് മുമ്പ് അമൃത സൂപ്പർ സ്റ്റാർ ആവാൻ വന്നതാ ഞാൻ. എനിക്ക് കിട്ടിയില്ല. വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. 18 വർഷങ്ങൾക്ക് ശേഷം ഞാനന്ന് ഓഡിഷന് പറഞ്ഞു വിട്ടത് അവനെവിടെ കിടന്ന് വിലസുകായപ്പോൾ. എനിക്കാണ് നാട്ടിലും കയറാൻ മേല, വീട്ടിലും കയറാൻ മേലാത്ത അവസ്ഥ. സൂപ്പർ സ്റ്റാർ ആണെന്ന് അവന്റെ വിചാരം. എന്തുവാടേ? എവിടെ പോണു? ഞാനോ? എനിക്കിന്ന് സൂപ്പർ സ്റ്റാർ പാട്ടുണ്ട്, ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ടില്ലേ. ഇന്നേ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്തുവാ? ഇന്ന് നീ പാടും, ഞാൻ ആടും. എന്താ? ഇന്നേ നീ പാടും, ഞാൻ ഇവിടെ കിടന്ന് അഴിഞ്ഞാടും. ഇന്ന് ഞാനാടാ സൂപ്പർ സ്റ്റാർ. നീ ഇവിടെ നിന്നങ്ങ് പാടിയാ മതി, ബാക്കി കാര്യമേ ഞാൻ നോക്കിക്കോളാം. അതെന്നാ പരിപാടിയാന്ന്? മര്യാദക്ക് പറയുന്ന കേട്ടണം. അപ്പൊ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, എന്റെ സൂപ്പർ സ്റ്റാർ പരമ്പര ദൈവങ്ങളെ, ഇന്ന് ഞാനാ സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ. ഇതെന്ത് ഇവന് വയ്യേ?
കൂട്ടത്താളം എന്നെഞ്ചിൻ മിടിത്താളം ഓരോന്നും മനപ്പാഠം ശ്രീവാഴംകോട് രാജ ശ്രീ സ്വാതി തിരുനാളിൻ ശ്രീവാഴംകോട് രാജ ശ്രീ സ്വാതി തിരുനാളിൻ ഭാവയമി രഘുരാമം പോലും ഭാവമോടെ അളവോടെ വിളമ്പാൻ 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 ആരറിവും താനെ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം പെയ്യും ആഗോളനാദരൂപി ഇസൈ കണ്ട ഇളം ഞാനേ ഇരനിൽ ചിന്നപ്പ അതുതാനാനപ്പ തത്തകിട തക തകിട തക തകിട തജം തത്തജം തക തജം തത്തജം തത്ത തത്തജം തക തകിട തകതജം തക തകിട തത്തജം തകതജം ഷട്കാല ഗോവിന്ദമാരാരുടിടയാൻ തൽക്കാലം ഞാനേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ഞാനേ ഉള്ളൂ സനിധപ മപദപ സനിധപ പമഗരെ സരിഗമപദനി സനിധപ ഷട്കാല ഗോവിന്ദമാരാരുടിടയാൻ തൽക്കാലം ഞാനേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ഞാനേ ഉള്ളൂ എന്റെ എന്തരോ ഓ ഓ ഓ എന്തരോ മഹാനു ബാവുലു മന്ദബുദ്ധികൾക്കും ചന്ദനത്തളം തണുക്കും സുന്ദരമാം അനുഭൂതിയല്ലോ ആരറിവും താനെ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം പെയ്യും ആഗോളനാദരൂപി ഇസൈ കണ്ട ഇളം ഞാനേ ഇരനിൽ ചിന്നപ്പ അതുതാനാനപ്പ കാനഡ നീ ക്വാനഡ ഇസൈ ജ്ഞാനി ഞാനടാ പക്കാല പോള കാക്കാല ഇല്ലെങ്കിൽ എല്ല് കഴുക്കാല എനിക്കല്ല കാമോദരി എങ്കിലെടുത്തൊന്ന് പെരുമാറ നീ ഇത്തിരി എരിക്കും പിന്നെ പുളിക്കും ഉള്ള പിളയ്ക്കും ഉണ്ടോ ഒരാളി ഗരി ഗരിസ ഗരിസനി ഗരിസനി ദരിസനി ദപ സനി ദപദ സനി ദപ സനി ദപ മദ പമഗരെ സരിഗമ പരിഗമ പദ സനി ദപ മാരറിവും താനെ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം പെയ്യും ആഗോളനാദരൂപി ആരറിവും താനെ താങ്ക് യു വേഴ്സറ്റൈൽ സിംഗർ വൈഗ ലക്ഷ്മിയുടെ വേറൊരു വേഴ്സറ്റൈൽ പെർഫോമൻസ് വിത്ത് ഫാമിലി. അടിപൊളിയായിരുന്നു അല്ലേ മൊത്തത്തിൽ. ഇനി ഇത് ആരൊക്കെയാണ് നമുക്ക് അറിയണ്ടേ? ഫുൾ മേക്ക് ഓവറിൽ വന്നേക്കുന്നോണ്ട് നമുക്ക് മൊത്തത്തിൽ എനിക്ക് മനസ്സിലായി ആരൊക്കെയാന്ന്. ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതമ്മ, പേര് രഞ്ജിത. ഇത് അച്ഛൻ പ്രശാന്ത്. ഓക്കെ, ഇത് അനിയൻ പാർത്ഥസാരഥി. ഇത് ചേട്ടൻ, അച്ഛന്റെ ചേട്ടന്റെ അനന്തു എന്നാണ് പേര്. ഞങ്ങൾ അപ്പുച്ചേട്ടൻ. അപ്പൊ പാർത്ഥസാരഥി എന്താ വിളിക്കണേ? എന്താ വീട്ടിൽ വിളിക്കണേ? അമ്പോട്ടി.
എന്താ അമ്പോറ്റി അമ്പോറ്റി അമ്പോറ്റി. അച്ചോടാ. അമ്പോറ്റി എന്താ അവിടെ നിന്ന് ചെയ്തോണ്ടിരുന്നേ? തമ്പൂര് വായിക്കുന്നു. അച്ചോടാ അച്ചോടാ. അമ്പോറ്റി പാട്ട് പാടുവോ? ചേച്ചിയുടെ പാട്ടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളില്ലേ? കൊള്ളില്ലേടാ? ഇല്ലല്ലേ? അത്ര പോരാ അല്ലേ? അവൻ സത്യസന്ധമായി മൈക്കില് മറുപടി പറ പറഞ്ഞു. നീ. ആ. എങ്ങനെ പാവാണോ ഇവള്? അല്ല, അല്ലേ? എന്തൊക്കെ ചെയ്യണേ ഒറ്റ അമ്പോച്ചിനെ? പോസിറ്റീവും ഇല്ല. അവൾ ആദ്യം എന്നെ തല്ലുന്ന. അവൾക്ക് ഡയറി മിൽക്കർക്ക് പകുതിയെ തരത്തോ, അതുകൊണ്ട് ഏ, അതുവാ. ഇവളാദ്യം തല്ലു അല്ലേ? പമ്പോറ്റി തിരിച്ചടിക്കോ? ഇല്ല, ഞാൻ അച്ഛനോട് പറയാം. എന്തായാലും തമ്പുരു വായനയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടാ, സൂപ്പർ ആയിരുന്നു. തത്ത അപ്പുചേട്ടന്റെ പെർഫോമൻസും പ്രശാന്തന്റെ അമ്മയുടെ ഒക്കെ പെർഫോമൻസ് കലക്കി, അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തത് ഫാമിലി റൗണ്ടില്? ഫാമിലി റൗണ്ടില് എല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് വേണമല്ലോ. അപ്പൊ എല്ലാരും ഓരോ തീം അനുസരിച്ച്, അപ്പൊ അങ്ങനെ ഒരു നോക്കി വന്നപ്പോഴത്തേക്ക് ഒരു കച്ചേരി സ്റ്റൈലിൽ പിടിക്കാന്ന് വിചാരിച്ചു. ഓ, പ്രശാന്തന് പിന്നെ പാട്ട് പാടാൻ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു കച്ചേരി? നന്നായിരുന്നു എന്ന് തോന്നുന്നു, അവരെ പറയും. ഓക്കെ, നമുക്ക് ചോദിക്കാം. ഷാനിക്ക, ശരത്തോടും പറയട്ടെ. ഓക്കെ, എന്നാ ഉണ്ണികൃഷ്ണൻ പറയാം. എന്നാ അവിടുന്ന് കറങ്ങി വരാം. നിങ്ങളൊരു തീരുമാനത്തിലെടുത്തു. ഉണ്ണി പറ. ഉണ്ണി ഉണ്ണി ഏതാണ്ട് തമാശയൊക്കെ എഴുതി വെച്ചേക്കുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. കച്ചേരി അസാധ്യമായിരുന്നു, താങ്ക് യു സർ. കലക്കി. എല്ലാരും കൂടി ആ ഒറിജിനൽ സീൻ അങ്ങനെ റീക്രിയേറ്റ് ചെയ്തു അല്ലേ നിങ്ങൾ? ബ്യൂട്ടിഫുൾ, വെരി നൈസ്. താങ്ക് യു സർ. വളരെ ഭംഗിയായിരുന്നു. വൈഗ നന്നായി പാടി. താങ്ക് യു സർ. ഇതൊരു റിയലി പ്യുവർ ക്ലാസിക്കൽ ബേസ്ഡ് സോങ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ള ചില പോർഷൻസ് ഒക്കെ വളരെ ഭംഗിയായിരുന്നു, വളരെ നന്നായി പാടി. സംഗതികളും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ജതി പറയുമ്പോൾ ആ തക എന്ന് വേണ്ട, തക്ക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. തക ഗ സൗണ്ട് വരണ്ട അവിടെ. ഓക്കെ, പിന്നെ ആ സ്വരങ്ങൾ പാടിയില്ലേ, സ്വരസ്ഥാനങ്ങൾ മാത്രം ചില സ്ഥലത്ത് so whatever അതിന്റെ സ്ഥാനം സരി ഗമ പരി ഗമ പദ ഗമ പദ മപദ നി പദ നി സരി നി ദ സനി ദ പനി ദ നി പനി ദ പദ മദ പദ മദ പമ ഗമ പരി ഗമ പ സരി ഗമ പ whatever you sing, it has to be on the സ്വരസ്ഥാനം. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അതർവൈസ് ഓവറോൾ വളരെ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ഉണ്ണി സർ. ശരത് സർ. തത്തേ നല്ലതായിരുന്നു, എനിക്ക് അതൊന്ന് കേക്കണം. ആ പ്രത്യേകിച്ച് ആ തത്ത തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തജം തത്തജം തക തജം തത്തജം തത്ത. മോളെ ഇതിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു നീ ചെയ്തപ്പോ കേട്ടോ, ഇതിലും നന്നായിരുന്നു. പക്ഷെ ഇവര് ഒരു ഭീകര ഫാമിലിയാണ്, ഒരു നിവർത്തിയില്ല. അച്ഛനൊക്കെ അസാധ്യം. അത് എങ്ങനെ പറയണ്ട, ഒരു നമ്മളെന്താ വേറെ ഈ ഒരു കോമ്പറ്റീഷൻ ആണെന്നേ തോന്നിയില്ല. ആ ചോക്ലേറ്റ് കിട്ടാത്ത കൊച്ചു മാത്രം വിഷമിച്ചിരുന്ന തമ്പുരു വീട്ടിക്കായിരുന്നു. വിഷമമൊക്കെ ഉള്ളിൽ ഒതുക്കി പാവം. മക്കളെ നന്നായിരുന്നു കേട്ടോ, തമ്പുരുട്ടി ചൊറിഞ്ഞങ്ങ് തീർത്ത്. അതുപോലെ അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് മനസ്സിലായതല്ല ആദ്യം കിട്ടി ഇത് ആരാന്നുള്ളത്. പിന്നെ ഇങ്ങോട്ടൊക്കെ നടന്നു വന്നപ്പോൾ പിടി കിട്ടി അമ്മ. പക്ഷെ മൊത്തത്തിൽ കൊള്ള ഒരു ഐശ്വര്യമുള്ള ഫാമിലിയാണ്. ഈ വേഷമൊക്കെ കുറച്ച് ബോറാണെങ്കിലും എല്ലാവർക്കും ഒരു സംഗീതമുണ്ട്, അതുകൊണ്ടാണ് അത് വർക്കൗട്ട് ആയത്. ഇല്ലെന്നുണ്ടെ അത് പരമ ബോറായി പോയാൽ. അടിപൊളി സിംഗറാ. അപ്പൊ മക്കളെ ചക്കര കുഞ്ഞേ, അപ്പൊ മോളെ എനിക്ക് ആ ലോ പോർഷൻ ഇപ്പൊ ആലാപ് പാടിയല്ലേ ലോ ഇല്ലേ, അത് അങ്ങ് എത്തിയില്ല. അത് കുഴപ്പമില്ല, അത് എത്തിച്ചോണം കേട്ടോ. നിനക്ക് ഇപ്പൊ എന്താ പറയണ്ടേ, ഈ ഹെഡ് വോയിസ് ബ്രിഡ്ജിങ്ങും മോക്കൊരു പ്രോബ്ലം ആയതുകൊണ്ട് അത് ശരിയായിക്കൊള്ളണം കേട്ടോ. പിന്നെ ഇപ്പൊ ഉണ്ണി പറഞ്ഞത് അത് പ്രധാനമായിട്ട് നമ്മൾ ഒരു രാഗം എടുക്കുമ്പോൾ മോളെ അതിനൊരു കൃത്യത വേണ്ടേ? അപ്പൊ അത് പ്രധാനമായിട്ട് അത് മക്കള് മനസ്സിൽ വെക്കണം.
ആ സ്കെയിലിൽ ഒരൊറ്റ സ്വരം മാത്രമേ ഉള്ളൂ ചെറുത്, ബാക്കിയെല്ലാം വലുതാ അല്ലേ? അതാ ഉണ്ണി മക്കൾക്ക് പാടി കേൾപ്പിച്ചു തന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുന്നത്. മോള് പല സ്വരസ്ഥാനങ്ങളും കുറച്ച് സ്ഥാനഭ്രംശം പറ്റിയിട്ടുണ്ട്, അപ്പം അതും നോക്കിക്കൊള്ളുക. അപ്പോൾ അതിന് കുറച്ചും കൂടെ അത് ശ്രുതി ചേരാതെ ആകുമ്പോഴാണ് അതിനൊരു ക്ലാരിറ്റി കിട്ടാത്തത്. പ്രത്യേകിച്ച് നിഷാദം പ്രതിമത്യമോ ഒക്കെ കൃത്യം അതിന് ദിശ പോകും. ബാക്കിയുള്ള ഗാന്ധാരവും ദൈവത്തും കൂടെ ശരിയായാൽ മതി. അപ്പം അതൊന്നും നോക്കിക്കോളാം മോളെ. ബാക്കിയൊന്നുമില്ല, ഈ പെർഫോമൻസ് കിടുക്കാച്ചിയായിരുന്നു കേട്ടോ. മോളെ ഈ സ്വരസ്ഥാനങ്ങൾ ഒന്ന് കൃത്യമായിട്ട് പിടിച്ചോളാം. കാര്യം എങ്കിലേ ആ രാഗം സൗണ്ട് ആവത്തുള്ളൂ അല്ലേ? നമുക്കിപ്പോൾ ഒരു ഇന്ന രാഗമാണ് പാടുന്നതെന്ന് പറയാം, അത് കൃത്യമാണെങ്കിൽ മാത്രമേ ആ നോട്ട്സ് അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ രാഗമായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ അല്ലേ? അതെ. ആണോ കൊച്ചേ? നീ ഇങ്ങനെ അന്തപ്പെട്ട് നോക്കുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് പാടി കേൾപ്പിച്ചേ. അല്ല, സരിഗമപനിസ പാടിയാൽ മതി, അത് പാടണമെന്നില്ല. ആ രാഗം മോക്ക് അത് ഉണ്ണി പാടിയത് മോക്ക് മനസ്സിലായെന്നറിയാനാണ്. മോളെ പധാ അത് പറയുമ്പോൾ മേളിലോട്ട് പോണ അത് ആ കോൺഫിഡൻസ് വേണം കേട്ടോ, അത് വിട്ടുകളയരുത്. കാര്യം എങ്കിലും നമുക്ക് ഇപ്പോൾ സനിധമഗരി സരിഗമ ധനിധമനിധ നിസരിഗ രീസനിധമഗരി സരിഗമ ധനി സനിധനിധ മദ. ഇപ്പം പഞ്ചമം വർജ്യം ചെയ്ത് പാടുമ്പോൾ അത് വേറെ രാഗമാണ്. അതുകൊണ്ട് നമുക്ക് അത് പാടി കാണിച്ചത്. സരിഗമപധനി സരിഗമപധനി അത് കല്യാണിയാണ്. ഒരു നോട്ട് മാറുമ്പോൾ അത് മക്കളത് മനസ്സിൽ വെച്ചോണം. സനിധ പമ്മഗരി അത് ശങ്കരാഭരണമാണ്. അപ്പം ഇതൊക്കെ ഓരോ പെർമുട്ടേഷൻ കോമ്പിനേഷനാണ് രാഗങ്ങൾ, അതറിയാമല്ലോ. അപ്പം അത് മോള് കൃത്യമായിട്ട് മനസ്സിലാക്കി പാടും മോളെ. കാര്യം ഈ ഗുരുപ്രിയ എന്നൊക്കെ ഉള്ള രാഗം നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ പോലും ചിലപ്പോൾ നമുക്ക് പാടുന്നവർക്ക് ഇതിൻ്റെ ടോണിക് നോട്ട് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാര്യം പഞ്ചമം ഇല്ലാത്തതുകൊണ്ട്. ഈ രാഗം നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ കൈ വിട്ടു പോകും. അതുപോലെ തന്നെയാണ് ഗോപ്രിയ സാനിധമഗരി സരിഗമധ എന്നുള്ളത് നിസ സനിധമഗരി സരിഗ 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 എല്ലാം ഓൾ സരിഗാസ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി പാടുമ്പോൾ അത് കൃത്യമായിട്ട് അങ്ങ് അടിക്കാൻ പറ്റും കേട്ടോ മുത്തേ. അത്രേ ഉള്ളൂ ചക്കര. ഐ ലവ് യു. ഓക്കെ, താങ്ക് യു ശരത് സർ. ഷാനിക്ക അടിപൊളിയായിരുന്നു. താങ്ക് യു ഷാനിക്ക. എനിക്ക് ഫുൾ ഫാമിലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പാട്ടിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ പറഞ്ഞു. ഇത് നിങ്ങളുടെ ഫാമിലി കൂടാതെ വേറെ 2 ഫാമിലീസും കൂടി കണ്ടല്ലോ ഞാൻ. ഉണ്ടായിരുന്നു. അനുഷ്കയുടെ അച്ഛനും മെബിന്റെ അച്ഛനും. സൂപ്പർ സ്റ്റാർ ഫാമിലിയിലെ ആൾക്കാർ തന്നെയാ. ആ ഫുൾ ആക്ട് അടിപൊളിയായിരുന്നു മക്കളെ, അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. പാറു, ഇപ്പൊ ഞാൻ മോളെ ലാസ്റ്റ് പാടിയില്ലേ ഫുൾ ടോൺ സ്കെയില്, ഷിനു നമ്പിയാരെ നീ ഫുൾ ബിസി ആണല്ലോ അവിടെ. സരിഗമ സനിധമഗരി ഈക്വൽ ഇന്റർവെൽസ് ആണ് മോളെ, പഞ്ചമം ഇല്ല. ഓരോ സ്വരത്തിൻ്റെ ഇടയ്ക്ക് ഓരോ നോട്ടില്ല. അതാണ് ഈ ഫുൾ ടോൺ സ്കെയിലിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് ഉണ്ണികൃഷ്ണനും മകളും ചേർന്ന് ഈ അടുത്ത് നമ്മൾ കല്യാണ്ട ഒരു സോങ് ചെയ്തപ്പോൾ, നവരാത്രി ചെയ്തപ്പോൾ അതിലൊരു പോർഷൻ ഈ രാഗത്തിലാണ്. ഉണ്ണി അത് പാടാമെങ്കിൽ 2 ലൈൻ പാടി കേൾപ്പിക്കും. യെസ് ഉണ്ണി സർ, പ്ലീസ്. பரம்பொருளினை மணந்து பாலிலவினை அணிந்து ஒன்றோடு ஒன்றாக உயிரோடு உயிரானவள் தர்மமே நிறையாக ததனேயாக தீரமே வீராக திடநடிப்பவள் தாயானவள் தூயானவள் വാട്ടവർ അത് ചെയ്ത് ഞാൻ മറന്നുപോയി. ഫുൾ ടോൺ സ്കെയിലാണ്, അതുകൊണ്ട് പാടാൻ പറഞ്ഞതാ. താങ്ക് യു ഉണ്ണി. താങ്ക് യു ഉണ്ണി സർ. താങ്ക് യു ശരത് സർ. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ, മക്കളെ എന്തോ
8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.5. താങ്ക് യു ഷാനിക്ക. ഉണ്ണി സർ. ഉണ്ണി സർ കച്ചേരി ഇതുവരെ കഴിഞ്ഞില്ല. ഉണ്ണി അത് പാടിക്കൊണ്ടിരിക്കുക. അന്ന് പുറത്തേക്ക് വരാൻ ഓക്കെ, സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. താങ്ക് യു. ഓക്കെ, താങ്ക് യു അപ്പുചേട്ടാ. ഓക്കെ, താങ്ക് യു. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ആവാൻ പോകുന്ന നമ്മളുടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. നമ്മളിപ്പോ വൈഗാലക്ഷ്മിയുടെ ഒരു ഫാമിലി റൗണ്ട് ആണ് കണ്ടത്. ഇനി അടുത്തത് നമുക്കൊരു ചാലഞ്ച് റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു നമ്മളുടെ അനുഷ്ക കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അനുഷ്ക. വരുവാനില്ലാരുമിങ്ങൊരു നാളുമീ വഴിക്കറിയാം പതിനാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ടൊരു നാളും പൂക്കാമാകൊമ്പിൽ അതിനായി മാത്രമായൊരു നേരം ഋതുമാറി മധുമാസമണയാറുണ്ടല്ലോ. വരുവാനില്ലാരുമേ വിജനമാമിൻ വഴിക്കറിയാം അതെന്നാലുമെന്നും പടിവാതിലോളം ചെന്നകലത്താ വഴിയാകെ മിഴിപ്പാകെ നിൽക്കാറുണ്ടല്ലോ, മിഴിപ്പാകെ നിൽക്കാറുണ്ടല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ. വരുമെന്നു ചൊല്ലിപ്പിരിഞ്ഞു പോയില്ലാരും അറിയാമതെന്നാലുമെന്നും പതിവായി ഞാനെൻ്റെ പടിവാതിലെന്തിനോ പകുതിയെ ചാരാറുള്ളല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുമെന്നു ഞാനെന്നും വെറുതെ മോഹിക്കുമല്ലോ. നിനയാത്ത നേരത്തിൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാലൊരു നാളും പിരിയാത്തിൻ മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നിങ്ങോ, ഇന്നൊരു മാത്ര കൊണ്ടുവന്നിങ്ങോ. കൊതിയോടെ ഓടിച്ചെന്നകലത്താ വഴിയിലെ ഇരുകണ്ണും നീട്ടുന്ന നേരം
പോകും. അനുഷ്ക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. അടിപൊളിയായിരുന്നടാ. താങ്ക് യു. നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ. ഹായ് മക്കളെ. ഹായ് സാർ. നല്ല പാട്ട്, എന്ത് സുഖമുള്ള ഒരു പാട്ടാണ് അല്ല ഈ ഫിലിം. ഓ അതെ. ഇതൊക്കെയാലും കൊള്ളാം, നല്ലൊരു പാട്ട്. ഇത് മക്കളെ പറ, ഇത് ആരാണ് രചിച്ചത്, ആരാണ് സംഗീത സംവിധാനം? എഴുതിയത് മധുമുട്ടം സാർ. ഓക്കെ. പിന്നെ പാടിയത് ചിത്രാമ്മ. യെസ്. മ്യൂസിക് MJ രാധാകൃഷ്ണൻ സാർ. നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ ചേട്ടൻ. കുറെ സന്തോഷം മോളെ. മോളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. ചില അക്ഷരങ്ങൾ പറയുന്ന കുഞ്ഞ് കുറച്ചും കൂടെ ശ്രദ്ധ അതിൽ ചെലുത്തിയാൽ കൊള്ളാമെന്ന് തോന്നി. ഒരു വാ കുറച്ചും കൂടെ തുറന്ന് പാടുമ്പോൾ അത് നമുക്ക് കുറേ കൂടെ അക്ഷരസ്ഫുടത കാണും മോളെ കേട്ടോ, മനസ്സിലാകും. അതുകൊണ്ടാണ്. പിന്നെ വെറുതെ മോഹിക്കുമല്ലോ, വെറുതെ എനിക്ക് അതാണ് അത്ര കുഞ്ഞിനൊരു എന്തോ എവിടെയോ ഒരു വഴുക്കി കളിക്കുന്നത്. അതൊന്ന് പാടാമോ മക്കളെ കൃത്യമായിട്ട്? വെറുതെ മോഹിക്കുമല്ലോ. നമ്മളെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാമോ? വെറുതെ ആ മോ എന്താണ് അങ്ങനെ? മോഹിക്കുമല്ലോ ഇന്നും വെറുതെ. എന്താണ് ഐറ്റം? വെറുതെ അങ്ങനാണോ? വെറുതെ അതിന്റെ ഇടയ്ക്കുള്ള നോട്ട്സ് ഇല്ലേ മോളെ? അത് കേക്കട്ടെ, അതിനല്ലേ ഞാൻ പറയുന്നത്. വെറുതെ അത് കേൾക്കാം. മോള് പാടുമ്പോ വെറുതെ അതൊരു ഫുള്ള് ഗ്ലൈഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് ശരിയായിക്കൊള്ളുക. കാരണം അതൊക്കെ എന്താ പറയുക, ഇതിന്റെ സുഖമല്ലേ. പിന്നെ മോളെ ലാൻഡിങ് ഒക്കെ ശ്രുതി കുറച്ച് ചേരാമുത്തേ കേട്ടോ. അത് എന്താണ് അങ്ങനെ? നമുക്കൊന്ന് വൃത്തിയായിട്ട് അങ്ങോട്ട് ചേർത്ത് പാടിയാലോ? മധുമാസമണയാറുണ്ടല്ലോ. അപ്പോൾ ഒക്കെ ഒരു സമാധാനമുണ്ട്. അത് ചേർന്നിട്ടുണ്ടായിരുന്നില്ല മോളെ. പിന്നെ അടുത്ത വരുവാനില്ലാരുമി അതൊന്ന് പറയാം. വരുവാനില്ലാരുമി മക്കളെ, വിജനം വിച്ചായല്ല, വിജനം. മോളെ വിജനം എന്നാ കേക്കുന്നത്. വിജനമാം ഓക്കെ. അതുപോലുള്ള ലാൻഡിങ് ഒക്കെ മക്കളൊന്ന് നോക്കിക്കൊള്ളുക കേട്ടോ. അതുപോലെ വെറുതെ മോഹിക്കുമല്ലോ മോക്ക് സ്ലിപ്പായി പോയിട്ടുണ്ട്. ഇതേ കുഴപ്പം അതിപ്പോ പാണ്ട മോളെ, അത് പറഞ്ഞേ ഉള്ളൂ. അതൊന്നും നോക്കിക്കൊള്ളുക കേട്ടോ. നല്ല സുഖമുള്ള ഇതങ്ങനെ സ്ലിപ്പാവേണ്ട ഒരു പാട്ടല്ല സത്യം പറഞ്ഞാല്. പിന്നെ അതെന്താ സ്ലിപ്പാവുന്നത്? ഗിന്നസ് ബുക്കിൽ പേര് വരുത്താൻ ഇവിടെ വന്നപ്പോ എന്തോ വായല എയർ കയറിയിട്ട് ബ്രീത്ത് കിട്ടണം. മക്കളെ വായിൽ എയർ കയറണം, അതുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അത് കുഴപ്പമില്ല. മക്കൾ വെള്ളമൊക്കെ കുടിച്ചായിരുന്നോ കുഞ്ഞ് വരുന്നതിന് മുമ്പ്? കുടിച്ചു. അത് നോക്കിക്കോളെ മോളെ. മോടെ ശരീരത്തിനെ പറ്റി മോക്കല്ലേ അറിയാൻ പറ്റൂ അല്ലേ? എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റുമോ കുഞ്ഞിന് വെള്ളം ഇല്ല കൊച്ചിന്റെ വായിലെന്ന്? എനിക്കറിയാൻ പറ്റത്തില്ല, മോക്കെ അറിയാൻ പറ്റും. എല്ലാ അസുഖവും എല്ലാവർക്കും പോട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക മോളെ, ശരത്തായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത് ഞാനിവിടെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അതൊക്കെ തന്നെയാണ്. പിന്നെ അപ്പം മോള് നന്നായിട്ടുണ്ട്. നല്ല ശബ്ദം മോളെ, നല്ല ശബ്ദം, നല്ല രസമുണ്ട്. മോൾക്ക് കറക്റ്റ് സെലക്ഷൻ ആണ് കേട്ടോ. ഇങ്ങനെ അല്ലറ ചില്ലറ തെറ്റുകൾ എവിടെയാണ് പറ്റിയെന്നുള്ളത് മാത്രം. ബട്ട് വോയിസ് ആൻഡ് സോങ് ഭയങ്കര ചേർച്ചയായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓക്കേ സർ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഉണ്ണി സർ. അല്ല, ഈ വാക്കുകൾ അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കഥ ഓർമ്മ വന്നതാ. ഓക്കെ. തമാശയാണോ? ഇപ്പോഴേ ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. അമ്പലപ്പുഴയിലൊരു കച്ചേരിക്ക് പോയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു ഇത് കച്ചേരിന് മുമ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞില്ലേ ഒരു സംസാരിക്കണം, നീ സ്പീച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വൈക്കം ഗോപാലകൃഷ്ണൻ, വൈക്കം വേണുഗോപാലൻ സാറ് പെട്ടെന്ന് ഉണ്ണി ഒരു ചില വാക്കുകളൊന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ കയറി എന്തൊക്കെയോ പറഞ്ഞു. അതല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് വാക്കുകൾ അവസാനിക്കുകയാണ് പറയാൻ പുറപ്പെട്ടത്. വാർത്തകൾ അവസാനിപ്പിക്കുക എന്നതാണ്. ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുക.
ഇതോടുകൂടി എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അത് തമിഴും ഒക്കെ കൂടെ വന്ന് മിക്സ് ആയി പോയതുകൊണ്ടുള്ള കുഴപ്പമാണ്. അതൊരു കഥ എപ്പോഴും മറക്കാൻ കഴിയാത്തൊരു അബദ്ധം. അപ്പോ അനുഷ്ക എന്തൊരു ഭംഗിയായ ഒരു പാട്ടാ എടുത്തുകൊണ്ട് വന്ന് പാടിയത്. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ആൻഡ് MG രാധാകൃഷ്ണൻ സാർ, വാട്ട് ആൻ അമേസിങ് മ്യൂസീഷ്യൻ. അതായത് ഒരു കർണാടക സംഗീതജ്ഞൻ മാത്രമല്ല, പക്ഷെ എങ്ങനെ ആ സിനിമ ഒരു ജസ്റ്റ് ഒരു ഹരികാമ്പോജി സ്കെയിലല്ലേ അത്, ഇല്ലേ ഇതില് അത് ഈ സ്കെയിലിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം ഈ ഫുൾ കളർ സോ അമേസിങ്. എന്തോരോ മഹാനുഭാവലെ അന്തരിക്ക് വന്ദനം എന്ന് പറയുന്ന ത്യാഗരാജസ്വാമികൾ. സച്ച് അമേസിങ് സോങ് ആൻഡ് നന്നായി പാടി മോള്. താങ്ക് യു സർ. അമേസിങ് ടാലന്റ്. എത്ര ഐ എം ജസ്റ്റ് അമേസ്ഡ്. എന്തൊരു ടാലന്റഡ് കുട്ടികളാണ് ഇവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ്കോഴ്സ് അവിടെ എവിടെയും ശരത്ത് പറഞ്ഞ മാതിരി ഷാൻ പറഞ്ഞ മാതിരി ജസ്റ്റ് ഫ്യൂ ഷാർപ്സ് ആൻഡ് ഫ്ലാറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ മോള് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ ശരിയാവും. ഡോണ്ട് വറി. ബട്ട് ബ്യൂട്ടിഫുൾ വോയിസ്, ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു സർ. അപ്പൊ ഉണ്ണിയുടെ വാർത്തകൾ ഇവിടെ അവസാനിപ്പിച്ചു. വാർത്തകൾ അവസാനിപ്പിച്ചു. താങ്ക് യു ഉണ്ണി സർ. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ഷാനിക്ക. അനുഷ്ക എന്തോ 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ 8 മാർക്ക്. താങ്ക് യു സർ. ഉണ്ണി സർ. ഓക്കെ യെസ്, ടോട്ടൽ 16.5. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ഇനി ഒരു ഫോക്ക് സോങ് കേൾക്കാം. പിന്നെന്താ, റെഡി? വൈബ് ചെയ്യാം. പാടാൻ വരുന്നു നമ്മളുടെ ദിയ കുട്ടി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ദിയ. வாடாத ரோஜா கண்ணு நாளான கண்ணி பொண்ணு
താങ്ക് യു. ദിയ എന്തോ? അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി. ഡാൻസേഴ്സ് ഒക്കെ ആയിട്ട് വന്നപ്പോ ഭയങ്കര പിന്നെ ദിയ ഓൾറെഡി ഡാൻസ് കളിക്കുമല്ലോ നന്നായിട്ട്. എന്തായാലും മൊത്തത്തിൽ നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഇനി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ഉണ്ണി സാർ. ദിയ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. അതായത് എല്ലാം കൂടി ഡാൻസേഴ്സ്, മോള് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ചെയ്തു ഭംഗിയായിട്ട്, എവിടെ ആവശ്യമുള്ള പോലെ നന്നായിരുന്നു. പാട്ട് പാടിയതും നന്നായിരുന്നു. കുറച്ച് ശ്രുതിയുടെ കുറച്ച് മേ ബി ലിറ്റിൽ മോർ പെർഫെക്ഷൻ. പിന്നെ അതർവൈസ് ദ ഫീലൊക്കെ നന്നായിരുന്നു. നല്ല നല്ല ജോളി മൂഡായിരുന്നു. നന്നായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചരണം ഒന്ന് പാടുമോ? ജസ്റ്റ് ഫസ്റ്റ് 2 lines. ആടപ്പോകോ വേദിയടി. അതും ആഡ് ചെയ്യാം. ഇതൊരു ഫോക്കസ്. ആടപ്പോകോ ആടപ്പോകോ വേദിയടി. ആടപ്പോകോ. യാ, സോ അങ്ങനെ അത് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട്. ഓക്കെ, സോ യു ക്യാൻ ആഡ് ദാറ്റ് ഓൾസോ. വേണമെങ്കിൽ ഇത് ഒറിജിനൽ ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ജസ്റ്റ് ടു ഗിവ് സം കളർ ടു ദ സോങ്. അതർവൈസ് നൈസ്, സൂപ്പർ പെർഫോമൻസ്. വെരി ഗുഡ്. ഡാൻസേഴ്സ് നന്നായിരുന്നു കേട്ടോ. ഭയങ്കര ഭയങ്കര രസമായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു ഉണ്ണി സാർ. ശരത് സാർ. മകളെ, എന്തോ സർ? എന്റെ മോളെ ദിയേ, മക്കളെ രസം ഉണ്ടായിരുന്നു കേട്ടോ. പ്രധാനമായിട്ടും മോള് ശ്രുതി. പിന്നെ ഈ ലിറിക് എന്താണെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. തമിഴല്ലേ? അതെ. ഇതുവരെ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഉള്ള വാക്കുകൾ. ഞാൻ ഈ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് അതാ ചോദിച്ചത്, അത് ചോദിക്കാൻ. അപ്പോൾ അതൊക്കെ നൈസായിട്ട് അത് പറഞ്ഞില്ല. അതൊഴിച്ച് എൻ്റെ തലയിലോട്ട് ഇട്ട് തന്നു. അതെന്താ മോളെ? ആസറത. അതെന്താണത്? അതല്ല അല്ല അല്ല മക്കളെ, അത് അങ്ങനെ തന്നെയാണോ? ആസറാത ആണോ? ആസറത എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഉണ്ണി കേട്ടിട്ടുണ്ടോ? ഉണ്ണി കേട്ട് കാണാൻ ചാൻസ് ഇല്ല. ഉണ്ണിയുടെ മുഖത്ത് സംശയത്തിന്റെ ഒരു നിഴല് ഞാൻ കാണുന്നു. ആണോ? അത് കുഴപ്പമില്ല മോളെ. അത് ഇതുപോലെ കുറേ ഇടത്തിൽ തമിഴ് കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് നമുക്കും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തമിഴ് കുഴപ്പങ്ങളാണ്. അപ്പോൾ അത് മോള് ഞാനൊന്നും അല്ലെങ്കിൽ കേൾക്കട്ടെ, ഒറിജിനൽ കേട്ടിട്ട് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നത് ഇപ്പം, അല്ലെങ്കിൽ ഞാൻ മോക്ക് പറഞ്ഞു തരാം ഉറപ്പായിട്ട് കേട്ടോ. അപ്പോൾ ഈ ശ്രുതി ഒന്ന് മോള് ശ്രദ്ധിച്ചോണം കേട്ടോ. കാരണം അത് ഒരു അപ്പോഴല്ലേ ഒരു ഗും കിട്ടുന്നത്. ഫോക്കൊക്കെ ആണെങ്കിലും ഇരുന്നുണ്ടെങ്കിൽ പിന്നെ അവരിരുന്ന് വായിക്കണ്ടല്ലോ അല്ലേ? ഈ മറ്റേ പാച്ചുവും ഗോപാലനും മാത്രം ഇരുന്ന് കൊട്ടിയെ തന്നാൽ പോരെ. ശ്രുതിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. മക്കളങ്ങ് നിന്ന് പാടുക. ഈ നമ്മളിങ്ങനെയുള്ള ഫോക്കിന് വലുതായിട്ട് ഞങ്ങൾ നോക്കുന്നില്ല. എങ്കിലും നമ്മൾ അത് മൊത്തമായിട്ട് അങ്ങനെ ചേരാൻ നിൽക്കുമ്പോഴാണ് മോളെ ഞാൻ പറഞ്ഞ ഈ കുഴപ്പം കേട്ടോ. അത് ശ്രദ്ധിച്ചോളുക. നമുക്ക് തമിഴിൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ശരത് സാർ. ഷാനിക. മോളെ, ഒരു ഭയങ്കര കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു മോളെ. ഒരുവിധം നന്നായിട്ട് പാടുകയും ചെയ്തു. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇടയ്ക്ക്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഒന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് പാടുന്നുണ്ടോ, അതോ ഡാൻസ് ഇടയ്ക്ക് പാട്ട് പാടുമ്പോൾ ഡാൻസ് ഇല്ല? ഇല്ല. പക്ഷെ എന്നാലും ഇതിന്റെ ഇടയിൽ ഒക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നതും. ബാക്കിയുള്ള ഡാൻസേഴ്സുമായിട്ട് സിങ്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യണേ. എന്നിട്ട് തിരിച്ച് പാട്ടിലേക്ക് കയറുമ്പം നമ്മൾ ടയർഡ് ആവാനും പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മള് സ്മാർട്ടായിട്ട് തന്നെ ചെയ്തു കേട്ടോ. അവസാനമായപ്പോഴേക്ക് ഇച്ചിരി ടയർഡായി തോന്നുന്നു അല്ലേ? അത്രേ ഉള്ളൂ മോളെ. ബാക്കിയൊക്കെ ഇവര് പറഞ്ഞല്ലോ. എനിക്ക് ശ്രുതി ആണ് ഒരു മെയിൻ വില്ലനായിട്ട് തോന്നിയത്. ബാക്കി പെർഫോമൻസ്, ഒരു ഫോക്കസ്നെസ് എല്ലാം അത് ആ പെർഫോമൻസിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ ദിയ, മാർക്സ് ചോദിക്കാം. ഓക്കെ ഷാനിക. ദിയ 8.5. താങ്ക് യു ഷാനിക. ശരത് സർ 8 മാർക്സ് മോളെ. താങ്ക് യു സർ. ഉണ്ണി സർ. ഓക്കെ, സോ ടോട്ടൽ 16.5 മാർക്സ്. ഓക്കെ ഓക്കേടാ. അങ്ങനെ ദിയയുടെ ഒരു എനർജറ്റിക് പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആണോ? എന്റെ സന്തോഷം ഞാൻ അറിയിച്ചിരിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.